ചന്താമരയുമായിട്ടുള്ള വാഹനം കോടതിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വാഹനത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, ഇപ്പോൾ വാഹനം എവിടെ എത്തി? കോടതിയിലേക്കുള്ള യാത്രക്കിടയിൽ വലിയ ജനത്തിരക്ക് റോഡിലുണ്ടോ? എങ്ങനെയാണ് പോലീസ് സന്നാഹത്തോടെയുള്ള യാത്ര? വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ്. 5-ലധികം പോലീസ് ജീപ്പുകളിൽ ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബസ് നിറച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പോലീസ് സ്റ്റേഷനിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അതനുസരിച്ച് തന്നെ വലിയ പോലീസ് സന്നാഹങ്ങളുണ്ട്. ഈ ഒരു കോടതിയിലേക്ക് ഏകദേശം ഒരു 500 മീറ്റർ അല്ലെങ്കിൽ അതിലധികം 1 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. കോട്ട് റോഡ് എന്നാണ് ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ഈ പ്രദേശത്തെ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം ദൂരം ഈ പ്രദേശത്ത് നിന്ന് ഇല്ല. അത്തരത്തിൽ വലിയ പ്രശ്നമില്ല. ഈ കോടതിയുടെ മുന്നിലേക്ക് എത്തി, അതായത് ഒരു 500 മീറ്ററിൽ താഴെ മാത്രം ദൂരമേ ഈ കോടതിയിലേക്കുള്ളൂ. ഇപ്പോൾ പ്രതിയുമായുള്ള വാഹനം പോലീസ് സംഘം കോടതിക്കുള്ളിൽ പ്രവേശിച്ചു. ഈ പുറത്തൊക്കെ നിരവധി സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ പ്രതിയെ കാണാനായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇത് വലിയ വാർത്തയായി വലിയ പ്രശ്നമായതോടുകൂടി തന്നെ നിരവധി ആളുകളുണ്ട് എത്തിയിട്ടുണ്ട്. ഈ കോടതിയുടെ ഉള്ളിലേക്ക് ഈ പ്രതിയെ കയറ്റുകയാണ്. വലിയൊരു തിരക്ക് ഈ പ്രതിയെ വന്നപ്പോൾ ഈ കോടതിക്കുള്ളിൽ ഈ പരിസര പ്രദേശങ്ങളിലുണ്ടായ ആളുകൾ തടിച്ച് കൂടുന്ന ഒരു സ്ഥിതി വരികയാണ്. വലിയ തിരക്ക് തന്നെ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വലിയ എന്തായാലും വലിയ പോലീസ് സന്നാഹമാണ്. കോടതിക്കുള്ളിലേക്ക് പ്രതിയെ കയറ്റിയിരിക്കുന്നു. ആളുകളും പുറത്തൊക്കെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ പറഞ്ഞ പോലെ കുട്ടികളടക്കം, കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിൽ നടത്തുന്ന ആളാണ്. ആളുകൾക്ക് ഭയവുമുള്ള ആളാണ്. എല്ലാവരും ഇതാരാണ് ഇത്രയും ക്രൂരതയോടുകൂടി ആളുകളെ ഒന്നൊടുക്കിയ മനുഷ്യൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയാണ് അവിടെ കാത്തു നിൽക്കുന്നത്. പോലീസ് അതുകൊണ്ട് തന്നെ വലിയ സന്നാഹത്തോടെയാണ് തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് വളരെ ചെറിയ ദൂരമേ രണ്ടിടങ്ങളും തമ്മിലുള്ളൂ. അങ്ങോട്ടേക്ക് വലിയ വലിയ സന്നാഹത്തോടു കൂടിയിട്ടാണ് പോലീസ് കൊണ്ടുവന്നത്. ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കോടതി വാതിലുകൾ അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ, അധികം നേരമുണ്ടാകില്ല, വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമായിരിക്കും അല്ലേ? വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം പൂർത്തിയാക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ ഈ പ്രതിയെ അധികം നേരം ഇവിടെ നിർത്തുന്നത് സുരക്ഷിതമല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. റിമാൻഡ്, അതായത് പോലീസ് ഈ കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ്. തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷം ഈ പ്രതിക്കുണ്ടായിരുന്നു. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് കൊടുവാൾ വാങ്ങി പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. കൊല നടത്തിയ പൂർവ്വ വൈരാഗ്യം കൊണ്ട് പ്രതിയിൽ നിന്ന് വധഭീഷണികൾ തുടർച്ചയായി ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പോലീസ് ഇയാളെ റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുന്ന റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്.